നമസ്കാരം. ഒരുപാട് വിമർശനം വന്നേക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് ഹനുമാൻ സ്വാമിയും വടമാലയും. ഇതെവിടെ തുടങ്ങി ഒരു നിശ്ചയവുമില്ല. ഇവിടുത്തെ വിഷയം യുക്തിപരമായിട്ട് നമുക്ക് ചിന്തിച്ച് മുന്നോട്ട് പോവാം. ഇന്ന് നാം ഹനുമാന് പ്രധാന വഴിപാടായി ചെയ്യുന്നത് വടമാലയാണ്. ഇത് പല ദൃഷ്ടികോണിൽ നിന്ന് ഇതിനെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഭക്തൻ ഇതൊന്നും അറിയാതെ വടമാല നടത്തി പോരുകയാണ്. അറിയുന്നില്ല, ശാസ്ത്രം പഠിക്കണം നിർബന്ധമില്ലല്ലോ. ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് വടമാല ഇത്ര രൂപയാണ്, ഇത്ര വടയ്ക്ക് ഇത്ര രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ദേവൻ എണ്ണയിൽ പൊരിച്ച ഏതെങ്കിലും ഒരു വസ്തു ഇല്ലെങ്കിൽ എണ്ണയിൽ പൊരിച്ച ഈ വട കൊണ്ട് അതിനെ മാലയാക്കി അത് ധരിച്ച് എങ്ങനെ ഉണ്ടടേ എന്ന് ചോദിക്കുവാൻ താല്പര്യപ്പെടുമോ എന്നുള്ള വിഷയം വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മൾ ഇതെവിടെ പോകുന്നു എന്നറിയുന്നില്ല. എണ്ണയിൽ പൊരിച്ച സാധനമാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ആ വട എന്നുള്ളത് ബോണ്ടയായി മാറാനായിട്ട് അധികം താമസമില്ല. അത് നാളെ വാഴയ്ക്ക ബജ്ജിയാവും എന്നിങ്ങനെ നമ്മൾ പോകും. കാരണം എന്താണോ കാണുന്നത്, ഒരുപാട് സ്ഥലത്ത് കാണുന്നു, അത് നാം ചെയ്യുന്നു. ഇതിപ്പോൾ എല്ലാവരും ശാസ്ത്രം പഠിക്കണമെന്നില്ല, എല്ലാവരും ചിന്തിക്കണമെന്നില്ല, എല്ലാവർക്കും ഒരേ ബുദ്ധി ഉണ്ടാവില്ല. പലവിധമായ വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതൊരു നിവേദ്യം ചെയ്യുവാനുള്ള വസ്തുവാണ്. അത് നിവേദിക്കുക, ഭഗവാന് നിവേദിക്കുക, അത് പ്രസാദമായി നൽകിയാൽ അത് ഉചിതമായ ഒരു പരിപാടിയാണ്. ഇനി ഈ വട എന്നുള്ളത്, വടവൃക്ഷം ഏവർക്കും അറിയാം. ആലമരം, അതിൻ്റെ തളിരില ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് അമ്പല കമ്മിറ്റിക്കാരടുത്ത് പറയാൻ പോകുന്നില്ല. ഇതൊരു നല്ലൊരു വരുമാന മാർഗമാണ് ക്ഷേത്രത്തിൽ. അപ്പോൾ ഇത് നിർത്താൻ അവർക്കും പറ്റില്ല. ഇതിൽ പല ദൃഷ്ടികോണിൽ നിന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഒരു ഭക്തൻ ഇതൊന്നും അറിയത്തില്ല, എനിക്കറിയില്ല, എനിക്ക് വടമാല വഴിപാട് നടത്തിയപ്പോഴാണ് എനിക്ക് ഇന്നത് ലഭിച്ചത് എന്ന് അദ്ദേഹം കരുതുന്നുണ്ടാവും. അപ്പോൾ ഇത് എവിടെ എങ്ങനെ നിർത്തും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് അമ്പല കമ്മിറ്റിക്കാർ ചേർന്ന് ക്ഷേത്ര മേൽശാന്തി തന്ത്രി തീരുമാനിച്ച് വരുന്നവരടുത്ത് പതുക്കെ പറഞ്ഞ് ഇതൊരു നിവേദ്യ വസ്തുവാണ്, ഇത് നമുക്ക് നേദിക്കാം, നേദിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ഫലത്തിൽ മാറ്റം വരുന്നില്ല, ഹനുമാൻ സ്വാമി അനുഗ്രഹിക്കും എന്നുള്ളതിനെ മനസ്സിലേക്ക് എത്തിച്ച് അങ്ങനെ കുറേ കാലം ഒന്ന് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയി ഒരു 5-10 വർഷം കൊണ്ട് ഈ ആക്ച്വലായിട്ടുള്ള ഈ എന്താ പറയുക, ഈ വടമാല എന്നുള്ള ഇതിനെ മാറ്റി ആക്ച്വലായിട്ട് എന്ത് ചെയ്യണമോ, നേദ്യവസ്തുവാണ്, നിവേദിക്കാൻ പറ്റും, നിവേദ്യം തുടരും, അതിങ്ങനെ ഒരു ആചാരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതേപോലെ തന്നെ ഗണപതിക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാല, ഇത് ആരോ ഒരാൾ അലങ്കാര രൂപേണ ചെയ്തു വെച്ചതാണ്. അത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇത് പല വിമർശനത്തിനും ഞാൻ തന്നെ ഇത് തിരികൊളുത്തി എന്നറിയാം. പക്ഷേ ഇത് ചിന്തിക്കേണ്ട വസ്തുവാണ്. ആചാരങ്ങൾ തുടർന്ന് കൊണ്ടുപോവുക, അനാചാരങ്ങൾ ഇടയ്ക്ക് കയറി വരും, അതിനെ ഇല്ലാതാക്കുക. അത് മനുഷ്യൻ്റെ സ്വാഭാവികതയാണ്. മനുഷ്യൻ അതിനെ ചിന്തിക്കുന്നു, ഞാനൊരു തെറ്റ് ചെയ്യുന്നു, അതിനെ അംഗീകരിക്കുന്നു, അതിനെ മാറ്റുന്നു, ഇത്രയേ ഉള്ളൂ. അതിനെ ന്യായീകരിക്കാൻ പോകണ്ട. അപ്പോൾ ഈ ഉണ്ണിയപ്പം കൊണ്ട് ഗണപതിയെ മൂടുകയാണ്. ഗണപതിക്ക് അപ്പം മൂടൽ പുതിയ ഒരു വിഷയമാണ്. അത് മറ്റുള്ള ക്ഷേത്രങ്ങൾ നോക്കുന്നു, ഇത് നല്ല വരുമാനമുണ്ട്, നമ്മുടെ ഗണപതിക്ക് നടത്താം എന്നുള്ള ചിന്തയായി ഒരു ക്ഷേത്രത്തിൽ നിന്ന് 50, 50-ൽ നിന്ന് 100, 100, 1000, 1000, 10000 അത് ആചാരമായി. ഇന്നലെ ചെയ്ത ഒരബദ്ധം ഇന്നത്തെ ആചാരമാകും, നാളത്തെ ശാസ്ത്രം ഇതാകാം, അതിൽ സമ്മതം മൂളായിക രാജൻ. ഇതുപോലെയുള്ള ഒരു അർത്ഥവത്തായ ശ്ലോകം കണ്ടിട്ടില്ല. വളരെ അർത്ഥവത്തായ ശ്ലോകമാണ്. അപ്പോൾ ഈ ഉണ്ണിയപ്പം കൊണ്ട് ഗണപതിയെ മൂടി ഉറുമ്പരിക്കുകയാണ് ഗണപതിയെ. പാവം ഗണപതി ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ ഒരു വിഷയം സെൻറ്റിമെൻ്റായിട്ട് കരുതരുത്. കാരണം ശാസ്ത്രവും സെൻറ്റിമെൻറ്റും തമ്മിൽ അടി വന്നു കഴിഞ്ഞാൽ സെൻറ്റിമെൻറ്റ് മാത്രമേ വിജയിക്കുകയുള്ളൂ. കാരണം അവസാന വാക്ക് എന്താണ്? ഞാൻ ഭക്തി പുരസരം സമർപ്പിക്കുന്നതെന്തും ഭഗവാൻ സ്വീകരിക്കും എന്നുള്ള ഒരു വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് നാം എല്ലാ അനാചാരവും ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇത് ശരിയെന്ന് തോന്നുന്ന പക്ഷം സ്വീകരിക്കുക, തെറ്റാണെങ്കിൽ നിങ്ങളുടെ
ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ദൃഷ്ടിയിൽ ഇത് തെറ്റാണെങ്കിൽ അത് ഉപേക്ഷിക്കുക. കൊള്ളേണ്ടത് കൊള്ളുക, തള്ളേണ്ടത് തള്ളുക. നമസ്കാരം.